ഇന്നത്തെ ദിവസം ഇങ്ങനെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് പുറത്തുവിടാണ്. എല്ലാവർക്കും നല്ല മഴയൊക്കെയല്ലേ, പിന്നെ ജോലിക്കാർക്കൊക്കെ ഉണ്ട്. പലരും എല്ലാം മഴയും എല്ലാവരും സേഫായിട്ടൊക്കെ തന്നെ ഇരിക്കുക കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ സൂര്യ. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നല്ല കാറ്റും മഴയാണ് കേട്ടോ. അപ്പോൾ എന്താ രാവിലെ തന്നെ കഞ്ഞിയും ചമ്മന്തിയും കഴിക്കാമെന്ന് വിചാരിച്ച് അതിന് ഉള്ളിയും മുളകും എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. കഞ്ഞിയും അടുപ്പത്തുണ്ട്. മഴയത്ത് കഞ്ഞിയൊക്കെ കുടിക്കാൻ എന്തായാലും. അപ്പം ഞാൻ എന്താ കഞ്ഞി കുടിക്കാനായിട്ട് മുളകും ഉള്ളിയും ഒക്കെ എണ്ണയിൽ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് മാത്രം ചേർത്തിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ. ഇത് ഒരു ചുട്ടരച്ച ചമ്മന്തിയുടെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് കിട്ടുക നമുക്ക്, മുളക് നല്ലോണം വാട്ടിയെടുത്തുകൊണ്ട്. അപ്പം കറണ്ടൊന്നുമില്ല നമുക്ക്. ഇന്നലെ കറണ്ടൊക്കെ പോയതാണ്. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കറണ്ടൊക്കെ വന്നത്. അപ്പം ഞാൻ മറ്റേ നമ്മുടെ കുഞ്ഞ് ഉരലിലിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചമ്മന്തി. അങ്ങനെ ചമ്മന്തിയൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചമ്മന്തിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും അത് പ്ലേറ്റിലേക്കൊക്കെ മാറ്റി. നമ്മളിപ്പോൾ ചമ്മന്തിയൊക്കെ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല എരിവുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയും കൊല്ലമുളകും വാട്ടിയെടുത്തതിൻ്റെ കുറച്ച് എണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് തേങ്ങയും കൂടി ചിരണ്ടിടണം. ആ ചൂടൻ കഞ്ഞിയിലേക്ക് തേങ്ങയിട്ട് മിക്സ് ചെയ്യാം. ഞാൻ എന്താ അപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തോട്ടാ. ഇനി ഈ തേങ്ങ കഞ്ഞി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കഞ്ഞി വിളമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഈ തേങ്ങ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്തായാലും കഞ്ഞിയായി ചമ്മന്തിയായി. ഇനിയിപ്പോൾ അത് കുടിച്ചിട്ട് ഇനി ബാക്കി പണികളൊക്കെ ഉള്ളൂ കേട്ടോ. നല്ല ചൂടാണ് കേട്ടോ, നല്ല ചൂടുണ്ട്. നമുക്കിതാ കറിക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല ചാവാത്ത ഞണ്ടിനെയാണ് കിട്ടിയത്. പിന്നെ ചെമ്മീനും ഉണ്ട്. അപ്പോൾ ചെമ്മീൻ ഇന്ന് എടുക്കണില്ല. ചെമ്മീൻ കിള്ളിയിട്ട് ഞാൻ ഫ്രിഡ്ജിലൊക്കെയാണ് ചെയ്യണേ. ഇന്ന് ഞണ്ട് മാത്രമേ എടുക്കണുള്ളൂ കേട്ടോ. അപ്പം ഞണ്ട് കറി വയ്ക്കാനായിട്ട് പോവാണ്. കറിയല്ല, ഒരു ഗ്രേവി പോലെ, അതായത് റോസ്റ്റ് പോലെ ആക്കണം കേട്ടോ. കറിയായിട്ടല്ല വയ്ക്കുന്നത്. അതിനായിട്ട് ഞാൻ സവാളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തക്കാളി ഇടും, പിന്നെ ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നല്ലൊരു ഗ്രേവി, ഞണ്ട് ഗ്രേവി. അപ്പോൾ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താട്ടാ ഞാനൊന്ന് നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ ഞാനൊന്ന് പുറത്ത് ഇറങ്ങിയ സമയത്താണ് വെള്ളം വീണ് ഒച്ചയായിട്ടിട്ട് നോക്കിയപ്പോൾ നമ്മുടെ വാട്ടർ ടാങ്കിന് നല്ല പണി ഇട്ടിട്ടുണ്ട്. വാട്ടർ ടാങ്കിൻ്റെ പൈപ്പിൻ്റെ വെള്ളം അകത്തേക്ക് പോണ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം മുഴുവനും ടാങ്കിനകത്തേക്കല്ല പുറത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടാങ്കിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ ഞാൻ ടാങ്കിൻ്റെ പൈപ്പൊക്കെ ഓഫ് ചെയ്തിട്ടു. അപ്പോൾ ഈ അടിയിൽ വെള്ളം, ടാങ്ക് ഇരുന്ന അടിയിൽ വെള്ളം ഇങ്ങനെ കിരിഞ്ഞിട്ട് അവിടെ നിന്ന് വെള്ളം മുഴുവൻ പൊന്തി എന്താ പറയുക, ചെറിയൊരു കുളം പോലെ ആയിട്ട് ഈ ടാങ്ക് പൊന്തി പോകുന്നതാണ്. അപ്പോൾ ഈ ടാങ്ക് പൊന്തി പോന്നപ്പോൾ പൈപ്പ് പൊട്ടിപ്പോന്നു. അങ്ങനെയാണ് ആ വെള്ളം പുറത്തേക്ക് പോയതും ടാങ്കിലേക്ക് ഒന്നും കയറാതായതും.
പിന്നെ പേരയുടെ കൊമ്പും എല്ലാം കൂടി ചാഞ്ഞ് താഴെയായിരുന്നു. അതും ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കിടന്നിരുന്നത്. പിന്നെ നമ്മൾ നല്ല ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ അതൊക്കെ വെട്ടിക്കളഞ്ഞ് പേരയുടെ കൊമ്പെല്ലാം വെട്ടി അതൊക്കെ മുറിച്ച് മാറ്റി. പിന്നെ ഈ ടാങ്കൊക്കെ അതിൻ്റെ വെള്ളമൊക്കെ കോരിക്കളഞ്ഞ്, താഴെ ഉണ്ടായ വെള്ളമൊക്കെ കോരിക്കളഞ്ഞ് ആ കുഴിയിലേക്ക് കുറേയൊക്കെ മണ്ണൊക്കെ വെട്ടി അതിൻ്റെ ഉള്ളിലിട്ടിട്ട് ഒന്ന് പൊക്കമാക്കിയിട്ടൊക്കെയാണ് പിന്നെ നമ്മളത് ഫിറ്റ് ചെയ്തത്. ചേട്ടൻ തന്നെയാണ് കേട്ടോ അതൊക്കെ ചെയ്തത്. പൈപ്പിൻ്റെ കുറച്ച് പൈപ്പൊക്കെ ആവശ്യമുണ്ടായിരുന്നു, നമുക്ക് ഗ്ലൂ ഗൺ വേണമായിരുന്നു. അതെല്ലാം പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് ചേട്ടൻ തന്നെ എല്ലാം റെഡിയാക്കി. നല്ലൊരു മഴ വരുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. അപ്പോൾ അതാ ഞണ്ടിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായി കേട്ടോ. ഇത് ഞാൻ പെട്ടെന്ന് തീർത്തതാണ്, കാരണം ആ ഒരു പണി അവിടെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇത് വേഗം തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് വേഗം തന്നെ പിന്നെ മുറ്റത്തേക്ക് പോയിട്ട് ആ പരിപാടിയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം മുഴുവനും നമുക്ക് പണി തന്നെയായിരുന്നു കേട്ടോ. ഇതാ പൊട്ടിയ പൈപ്പാണ് ആ കാണുന്നത്. ആ വെള്ളമൊക്കെയാണ് നമ്മൾ കോരി കളഞ്ഞിട്ട് ആ കുഴി മണ്ണിട്ടൊന്ന് നികത്തിയതിന് ശേഷമാണ് നമ്മൾ ഈ ടാങ്ക് അതിനകത്തേക്ക് വെച്ചത്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.